വെൽക്കം ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വരയ്ക്കുമ്പോഴോ ഏത് കളർ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാറുണ്ടോ? ചില കളേഴ്സ് തമ്മിൽ ചേരുമ്പോൾ എങ്ങനെയാണ് ഇത്ര ഭംഗി ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരു സാധാരണ ഡിസൈനറെ ഒരു പ്രൊഫഷണൽ ആക്കി മാറ്റുന്ന ഒരു രഹസ്യമുണ്ട്. അതാണ് കളർ തിയറി. ഇന്ന് നമുക്ക് കളർ വീലിനെ കുറിച്ച് വളരെ ലളിതമായി പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് സ്വന്തമായി കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? സോ ഇതാണ് കളർ വീൽ. കളർ വീലിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പം ഒരുപാട് കളേഴ്സ് ഉണ്ട് എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ? പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ. കാരണം ഒരു ഡിസൈനറിൻ്റെ ജോലി എന്ന് പറയുന്നത് വെറുതെ ഒരു സാധനം ഡിസൈൻ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കൊടുക്കാമെന്ന് മാത്രമല്ല, ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവർക്ക് ചേരുന്ന രീതിയിലുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണം, കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് ആർക്കൊക്കെ എന്തൊക്കെ ഡ്രസ്സ് അല്ലെങ്കിൽ ഏതൊക്കെ കളേഴ്സ് ചേരും എന്നുള്ളതും ഒരു കളർ അനാലിസിസ് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ, അത് വേറെ തന്നെയാണ്. എന്നാലും നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ കളേഴ്സ് തമ്മിൽ ആണ് ചേരുക എന്നുള്ളതും ഏത് കളർ കോമ്പിനേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഡിസൈനറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കളർ വീൽ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് അത് തന്നെ ആവാം അല്ലേ? സോ പ്രൈമറി കളേഴ്സ് ഇതിൽ നോക്കിയാൽ കാണാം. പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ടേർഷ്യറി കളേഴ്സ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? പ്രൈമറി കളേഴ്സ് വെച്ച് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കളേഴ്സ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെഡ്, ബ്ലൂ, യെല്ലോ. റെഡ്, ബ്ലൂ, യെല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് റെഡ്, അതുപോലെ ബ്ലൂ, പിന്നെ യെല്ലോ ഇങ്ങനെ കാണാം അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റെഡിൻ്റെയും യെല്ലോൻ്റെയും നടുവിലായിട്ട് 3 കളേഴ്സ് വേറെ കിടപ്പുണ്ട്. യെല്ലോൻ്റെയും ബ്ലൂവിൻ്റെയും നടുവിലായിട്ട് 3 കളേഴ്സ് ഉണ്ട്. ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും നടുവിലായിട്ട് 3 കളേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ കളർ വീല് നമ്മൾ വരയ്ക്കുമ്പം ഇങ്ങനത്തെ രീതിയിൽ വേണം വരയ്ക്കാൻ. ഒരു റെഡ് വരച്ചിട്ടുണ്ടെങ്കിൽ 3 സ്പേസ് അല്ല, ടോട്ടൽ എത്ര കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു കളർ വീല് ടോട്ടൽ എത്ര കളേഴ്സ് ഉണ്ട്? 12 കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 1 റെഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ 12 കളേഴ്സാണ് ഒരു കളർ വീലിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എങ്ങനെ കളർ വീൽ വരയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ കളർ വീൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ റെഡ് നമ്മളിതിനെ വരച്ചിട്ട് ഇപ്പോൾ ഒരു പോർഷനിൽ ഈക്വലായി നമ്മളെല്ലാം ചെയ്തു വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനെ വരയ്ക്കാൻ പോവുകയാണ്. വരയ്ക്കുമ്പോൾ നമ്മൾ റെഡ് വരച്ചു, ഇവിടെ യെല്ലോ വരച്ചാൽ കളർ വീൽ തെറ്റി. ഓക്കെ, അപ്പോൾ റെഡ് വരച്ചിട്ട് 3 സ്പേസ് വിട്ടിട്ട് വേണം യെല്ലോ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. പിന്നെ യെല്ലോ കഴിഞ്ഞ് 3 സ്പേസ് വിട്ടിട്ട് വേണം ബ്ലൂ വരയ്ക്കാൻ. ബ്ലൂ പെയിൻറ്റ് ചെയ്ത് 3 സ്പേസ് ബ്ലൂവിൻ്റെ റെഡിൻ്റെ നടുവിലായിട്ട് 3 സ്പേസ് വേണം. ഈ രീതിയിൽ വേണം നമ്മൾ കളർ വീൽ ആദ്യം പ്രൈമറി കളേഴ്സ് പറഞ്ഞിട്ട് വരയ്ക്കാൻ. ഓക്കെ, ഇനി സെക്കൻഡറി കളേഴ്സ് വെച്ചാൽ ഈ പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന കളേഴ്സാണ് സെക്കൻഡറി കളേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഡും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓറഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ റെഡ്, ഇവിടെ യെല്ലോ. ഓറഞ്ച് എവിടെയാണുള്ളത്? ഇവിടെ. അപ്പോൾ ഓറഞ്ചിൻ്റെ 2 സൈഡിലായിട്ട് നമ്മളിപ്പോൾ റെഡിൻ്റെയും യെല്ലോൻ്റെ ഇടയിൽ 3 സ്പേസ് വിട്ടു അല്ലേ? ഈ 3 സ്പേസിൻ്റെ നടുവിലത്തെ ഭാഗത്താണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഓറഞ്ച്, റെഡും യെല്ലോ മിക്സ് ചെയ്ത് കിട്ടുന്ന ഓറഞ്ച് ഈ 2 സ്പേസിൻ്റെ നടുവത്തെ ഈ സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കളർ വീൽ വരയ്ക്കുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നെക്സ്റ്റ് എന്താണ്,
ബ്ലൂവും യെല്ലോയും, റെഡും യെല്ലോ മിക്സ് ചെയ്ത് ഓറഞ്ച് കിട്ടി. ബ്ലൂ യെല്ലോ മിക്സ് ചെയ്താൽ എന്താ കിട്ടുക? ഗ്രീൻ അല്ലേ? അപ്പോൾ ബ്ലൂ ആൻഡ് യെല്ലോ മിക്സ് ചെയ്ത് കിട്ടുന്ന ഗ്രീൻ എവിടെ വരച്ചു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്പേസിന് നടുവിലത്തെ ഈ സ്പേസിലാണ് നമ്മൾ ഗ്രീൻ വരയ്ക്കുന്നത്, പെയിൻറ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ ഏതാ വരുന്നത്? റെഡും ബ്ലൂവും അല്ലേ? അപ്പോൾ ഈ റെഡും ബ്ലൂ ഇത് രണ്ടും മിക്സ് ചെയ്ത് കിട്ടുന്ന കളർ ഏതാ? വയലറ്റ്. വയലറ്റ് നമ്മൾ എവിടെ ഇതാക്കേണ്ടത്? ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ് വെച്ച്. അപ്പോൾ പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ, യെല്ലോ. സെക്കൻഡറി കളേഴ്സ് ഓറഞ്ച്, വയലറ്റ്, ഗ്രീൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരയ്ക്കണം, കളർ വീലിൻ്റെ ഏത് ഭാഗത്ത് വരയ്ക്കണം എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്തായിരിക്കും ടെർഷ്യറി കളേഴ്സ് വെച്ചാൽ? പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും മിക്സ് ചെയ്ത് കിട്ടുന്നതാണ് ടെർഷ്യറി കളേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഡും ഓറഞ്ചും ഇത് രണ്ടും മിക്സ് ചെയ്ത് കിട്ടുന്നത് ഏതാണ്? റെഡിഷ് ഓറഞ്ച്, റെഡ് ഓറഞ്ച്, റെഡിഷ് ഓറഞ്ച്. അത് നമ്മൾ എവിടെ കൊടുത്തു? ഈ റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും നടുവിലത്തെ ഈ സ്പേസിൽ കൊടുത്തു. ഓക്കെ, ഇനി പ്രൈമറി കളറായിട്ടുള്ള യെല്ലോയും സെക്കൻഡറി കളറായിട്ടുള്ള ഓറഞ്ച് തമ്മിൽ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന കളറ് യെല്ലോ ഓറഞ്ച്. അത് നമ്മളെവിടെ കൊടുത്തു? ഇതിൻ്റെ നടുവിൽ കൊടുത്തു, ടെർഷ്യറി കളർ. അതുപോലെ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്താൽ എന്ത് കിട്ടും? യെല്ലോ ഗ്രീൻ, അതിവിടെ. അത് ബ്ലൂവും ഗ്രീനും മിക്സ് ചെയ്താൽ ബ്ലൂ ഗ്രീൻ, ബ്ലൂ വയലറ്റ് മിക്സ് ചെയ്താൽ ബ്ലൂ വയലറ്റ് ഇവിടെ, റെഡും വയലറ്റും മിക്സ് ചെയ്താൽ റെഡ് വയലറ്റ് അതിവിടെ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കളർ വീൽ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കളർ വീലിന് വരട്ട് വെറുതെ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ച് എന്തൊക്കെയോ കൊടുത്തു എന്ന് വിചാരിക്കരുത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാം. നമുക്കിനി കളർ തിയറി എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കളർ വീല് പഠിച്ചു അല്ലേ? പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ടെർഷ്യറി കളേഴ്സ് എല്ലാം നോക്കി. ഇനി ഇതിൽ നമുക്ക് കാണാം കോംപ്ലിമെൻ്ററി കളേഴ്സ് ഉണ്ട്, അനലോഗസ് ഉണ്ട്, മോണോക്രോമാറ്റിക് ഉണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം? കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കളേഴ്സ് ഓപ്പോസിറ്റ് ഫ്രം ഈച്ച് അതർ ഓൺ ദ കളർ വീൽ. കളർ വീലിൽ ഇപ്പോൾ വീൽ എടുക്കുകയാണ്. ഇപ്പോൾ ഇത് റെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഏതാ കാണുന്നത്? ഗ്രീൻ. കണ്ടോ, റെഡും ഗ്രീനും. ഇത് കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ് കേട്ടോ. റെഡിൻ്റെ ഓപ്പോസിറ്റ്, ആ കളർ വീലിൽ ഓപ്പോസിറ്റ് കാണുന്ന കളേഴ്സാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഇപ്പോൾ പേർപ്പിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താ കാണുന്നത്? യെല്ലോ അല്ലേ? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താ കാണുന്നത്? ഓറഞ്ച്, ബ്ലൂ ഓറഞ്ച്. ഇതൊക്കെയാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് പറയുന്നത്. ഇനി അനലോഗസ് എന്ന് പറഞ്ഞാൽ ഈ വീലിൽ അടുത്തടുത്ത് നിൽക്കുന്ന കളേഴ്സ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണ്, ഓറഞ്ച്, റെഡ്, ഇതെല്ലാം അനലോഗസ് കളേഴ്സാണ്. എന്നുവെച്ചാൽ കളർ വീലിൽ അടുത്തടുത്ത് നിൽക്കുന്ന കളേഴ്സാണ്. അതുപോലെ യെല്ലോ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ ഗ്രീൻ, ഗ്രീൻ, ഇത് എന്താണ്? അനലോഗസ് കളേഴ്സാണ്. അപ്പോൾ അതാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ്, കളർ വീലിൽ ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ്. അനലോഗസ് വെച്ചാൽ കളർ വീലിൽ അടുത്തടുത്ത് വരുന്ന കളേഴ്സ്. ഇനി മോണോക്രോമാറ്റിക് കളേഴ്സ് വെച്ചാൽ ഒരു കളറിൻ്റെ ടിൻറ്റും ഷെയ്ഡ്സും ഒക്കെ എന്ന് വെച്ചാൽ സെയിം കളറാണ്. ആ കളറിന് ഇപ്പോൾ ഇതാണ് ആ കളറെങ്കിൽ ഇപ്പോൾ റെഡിൻ്റെ എന്താണ് ഒരു കുറഞ്ഞ ഷെയ്ഡിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, ആ സെയിം കളറാണ്. അതിലേക്ക് നമ്മൾ വൈറ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. അതിലേക്ക് ഇങ്ങനെ വൈറ്റ് ആഡ് ചെയ്ത് അപ്പോൾ അങ്ങനെ എന്താക്കി, അതിൻ്റെ ആ ഒരു ഷെയ്ഡ് കുറഞ്ഞു വന്നു അല്ലേ? അപ്പോൾ അതാണ് ടിൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കളേഴ്സ് മിക്സ്ഡ് വിത്ത് വൈറ്റ്. ഷെയ്ഡ് എന്ന് വെച്ചാൽ കളേഴ്സ് മിക്സ്ഡ് വിത്ത് ബ്ലാക്ക്. എന്ന് വെച്ചാൽ റെഡിലേക്ക് നമ്മൾ വൈറ്റ് മിക്സ് ചെയ്താൽ അത് ടിൻറ്റാണ്. റെഡിലേക്ക് ബ്ലാക്ക് മിക്സ് ചെയ്താൽ അതെന്തായി? ഷെയ്ഡ്സ് ആണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് ഇതൊക്കെ എന്തിനാ അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് കൂടാതെ നമുക്ക് കളർ തിയറിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട്. വേർഡ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂ, നമ്മൾ ഹ്യൂ, സാച്ചുറേഷൻ,
ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ട്രയാഡ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഹ്യൂ എന്ന് വെച്ചാൽ എന്താ അറിയോ, പ്യുവർ കളർ. ആ കളർ ഇപ്പോൾ ഇതിൽ മോണോക്രോമാറ്റിക്കിൽ 1 ഹ്യൂ പ്ലസ് ഇറ്റ്സ് ടിൻസ് ആൻഡ് ഷെയ്ഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 1 ഹ്യൂ എന്ന് വെച്ചാൽ ഒരു കളറ്, ഇപ്പോൾ ഇത് റെഡാണ്, ഈ റെഡിൻ്റെ ടിൻറ്റും ഷെയ്ഡ്സ്. ഇപ്പോൾ ടിൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റെഡിലേക്ക് വൈറ്റ് മിക്സ് ചെയ്താൽ, ഇപ്പോൾ വൈറ്റ് ഇങ്ങനെ മിക്സ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ടിൻറ്റാണ് കിട്ടുക. ഓക്കെ, അതിൻ്റെ നേരിയ കളറായിട്ട് ലാസ്റ്റത്തെ കളറ് വൈറ്റ് ആയിരിക്കും. ഇനി ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇതിലേക്ക് റെഡിലേക്ക് ബ്ലാക്ക് മിക്സ് ചെയ്താൽ എന്ത് കിട്ടും, ഇങ്ങനെ ഡാർക്കായിട്ട് ലാസ്റ്റ് കളറ് നമുക്ക് ബ്ലാക്ക് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കളർ വാല്യൂസ് എന്നാണ് പറയുക. ഈ ടിൻറ്റ്, അതുപോലെ ടോൺ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഗ്രേ ആഡ് ചെയ്താൽ, കളറിലേക്ക് ഗ്രേ ആഡ് ചെയ്താൽ അത് ടോണായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഹ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്യുവർ കളറിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അനലോഗസ് പറഞ്ഞു, കോംപ്ലിമെൻ്ററി പറഞ്ഞു, ഓപ്പോസിറ്റ് കളേഴ്സിനെയാണ് കോംപ്ലിമെൻ്ററി. സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ ടു കോംപ്ലിമെൻ്ററി ഹ്യൂസ്, 2 കോംപ്ലിമെൻ്ററി ഹ്യൂസും പ്ലസ് അനലോഗസ് കളേഴ്സ് ഓഫ് 1 ഓഫ് ദീസ് ഹ്യൂസ് പ്ലസ് ദ ടിൻസ് ആൻഡ് ഷെയ്ഡ്സ് ആൻഡ് വാരിഡ് സാച്ചുറേഷൻസ് ഓഫ് ഓൾ ദ ഹ്യൂസ്. ഇതാണ് സംഭവം. എന്ന് വെച്ചാൽ 2 കോംപ്ലിമെൻ്ററി ഓപ്പോസിറ്റ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് കളേഴ്സ് എടുക്കുക, അതിൻ്റെ കൂടെ അനലോഗസ് കളേഴ്സ്, ആ ഒരു കളറിൻ്റെ, ഒരു ഹ്യൂവിൻ്റെ അനലോഗസ് കളർ. ഇപ്പോൾ ഇതിൽ ഒരു ഹ്യൂ നമ്മളിപ്പോൾ റെഡ് എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, റെഡ് നമ്മൾ എടുത്തു, റെഡിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് ഇപ്പം ഇതാണ്, ഈ ഒരു കളറാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു കളറ് നമ്മൾ എന്തെടുത്തു, അതെടുത്തു. അതിൻ്റെ എന്തെടുത്തു, ടിൻറ്റും ഷെയ്ഡ്സ്, ഇതൊക്കെ അതിൻ്റെ ഷെയ്ഡ്സും അതിൻ്റെ ടിൻറ്റുമാണ്, ആ കളറിൻ്റെ ടിൻറ്റും ഷെയ്ഡ്സും ആണ്. ഓക്കെ, അപ്പോൾ ആ എല്ലാ ഹ്യൂസിൻ്റെയും വാരിഡ് സാച്ചുറേഷൻസ്, അതിനെ നമ്മൾ സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി എന്ന് പറയും. പിന്നെ ട്രയാഡ് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഹൈ കോൺട്രാസ്റ്റ് ഉണ്ടാക്കുന്നതാണ് സംഭവം കേട്ടോ. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്. ഇപ്പോൾ ഈ റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ 3 ഹ്യൂസ് ദാറ്റ് ആർ ഈക്വലി സ്പേസ്ഡ് ഓൺ ദ ഹ്യൂ സ്കെയിൽ. അപ്പോൾ ഇത് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ കളറിൻ്റെ ഇടയിൽ 3 കളേഴ്സ് വേറെ വന്നു, ഇതിൻ്റെ ഇടയിൽ 3 കളേഴ്സ് വേറെ വന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ഏതെങ്കിലും 3 കളേഴ്സ് എടുക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ ടിൻസും ഷെയ്ഡ്സും അതിൻ്റെ ഡിഫറെൻറ്റ് സാച്ചുറേഷൻസ്. സാച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ, അതിൻ്റെ ഒരു തീവ്രത അല്ലേ, ഓരോ കളേഴ്സിൻ്റെയും ഇൻറ്റൻസിറ്റി, അതിനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡാർക്ക് ആക്കുക, ഒരു കളറിനെ തന്നെ അതിൻ്റെ ഡാർക്ക് ആക്കുക, ലൈറ്റ് ആക്കുക, ഇതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഹ്യൂ എന്ന് പറയുന്നത് ആ പ്യുവർ കളറിനെ തന്നെയാണ് ഹ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഇപ്പം നോക്കാം. ഇനി നമുക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്, വോം കളേഴ്സും കൂൾ കളേഴ്സും. അത് ഞാൻ കളർ അനാലിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പം അത് കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഇതെന്ന് പറയുമ്പം ഒരു കളർ തിയറീൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു പിക്ചർ ഫോമിലായിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇതിനൊരു വോം കളേഴ്സും കൂൾ കളേഴ്സും ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കാം, ഇംപ്രൂവിങ് റീഡബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ഇപ്പോൾ ഒരു സംഭവം ഇത് നോക്കിയേ, നല്ല ഗുഡ് കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ. ഇപ്പോൾ ഇതിലൊരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സെയിം ബ്ലൂ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വായിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളൊരു പോസ്റ്റർ ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഏത് കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം, ഏതൊക്കെയാണ് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലൂവിൻ്റെ തന്നെ ടിൻ്റായിട്ട് എടുക്കാം, അതിൻ്റെ ലൈറ്റർ കളേഴ്സ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എഴുതാം.
ഇതൊരു ഗുഡ് കോൺട്രാസ്റ്റ് ആണ്. ഇപ്പോൾ ഇത് നോക്കിയാൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുഞ്ഞൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു സംഭവം കൊടുത്താൽ കാണുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് സംഭവം. ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കണം. അത് റീഡബിൾ ആയിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തറിയേണ്ടത്, ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ശരിക്കും ഒരു ഐഡിയ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിൽ കോംപ്ലിമെൻ്ററി കളേഴ്സ് പറയുമ്പോൾ നമുക്കിത് ഹൈ കോൺട്രാസ്റ്റ് ആണ് അല്ലേ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കോംപ്ലിമെൻ്ററിയിൽ നമുക്ക് കിട്ടുന്നത് അല്ലേ. നല്ല കോൺട്രാസ്റ്റ് കിട്ടും അതിൽ. അനലോഗസ് ആണെങ്കിൽ കണ്ണിനൊരു എന്താ പറയുക, ഒരു ഇഫക്റ്റീവ് ഫോക്കൽ പോയിൻ്റ് ആയിട്ട് അത് അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു റെഡിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കളർ അവിടെ പോപ്പായി അല്ലേ, അതാണ് സംഭവം. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂ എന്താണ്, വാല്യൂ എന്താണ്. ഹ്യൂ എന്ന് വെച്ചാൽ പ്യുവർ കളറാണ്, വാല്യൂ എന്ന് വെച്ചാൽ സെയിം കളറിൻ്റെ ലൈറ്റും ഡാർക്കും ആയിട്ട് വരും. സാച്ചുറേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വാം കളേഴ്സ് ആണോ കൂൾ കളേഴ്സ് ആണോ എന്ന് നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു വിഷ്വൽ ബാലൻസും ഹാർമണിയും ഒക്കെ തരുന്നതാണ്. ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ഡിസൈനിലാക്കിയിട്ട് കാണിച്ചു തരാം അതെന്താണ് ഈ പറയണമെന്നുള്ളത്. ഒരു മഡി ഡിസൈൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഒരു ഹാർമോണിയസ്, ഇപ്പോഴത്തെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഏത് പേസ്റ്റൽ കളേഴ്സിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് കേട്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതും അതെന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം എന്നുള്ളതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഇത് വെച്ചിട്ടൊരു പറയാട്ടെ. ഏത് കളർ കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലിമെൻ്ററി കളേഴ്സ് എടുക്കാം, അനലോഗസ് കളേഴ്സ് എടുക്കാം അല്ലേ, എന്ത് വേണേലും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ വാം കളേഴ്സും കൂൾ കളേഴ്സും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സൈഡിലുള്ളത് എന്താണ്, യെല്ലോ, റെഡ്, ഇതിലേക്കുള്ളതെല്ലാം ഇങ്ങനെയുള്ളതെല്ലാം വാം കളേഴ്സായിട്ട് വരും. കൂൾ കളേഴ്സ് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്രീൻ മുതൽ ഇങ്ങനെയുള്ളതെല്ലാം കൂൾ കളേഴ്സായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്, ഈ ഒരു കോമ്പിനേഷൻ അത് ഏതിലായിരിക്കും വരിക, മാച്ച് ആവുന്നുണ്ടോ? ഇല്ലേ, മാച്ച് ആവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കണ്ണിനൊരു കുളിർമ തരുന്ന കളേഴ്സായിട്ട് ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നില്ലേ, ഒരു കുളിർമ തരുന്ന കളേഴ്സ് അല്ലേ. അത് എന്താണ്, കൂൾ കളേഴ്സാണ്. കൂൾ കളേഴ്സ് വെച്ചിട്ട് ചെയ്ത സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിലോ ഇതെന്തായിരിക്കും, മോണോക്രോമാറ്റിക് അല്ലേ. സെയിം കളറാണ്, ആ സെയിം കളറിൻ്റെ എന്താണ് ടിൻറ്റ്, അതിൻ്റെ ഷെയ്ഡ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. ഓക്കെ, ഇനി ഇതാണെങ്കിലോ ബ്ലൂവും ഓറഞ്ചും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് എന്തായിരിക്കും, എങ്ങനെയാണ്, കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് കളേഴ്സ് വെച്ചിട്ട് കോംപ്ലിമെൻ്ററി കളേഴ്സ് വെച്ച് ഡിസൈൻ ചെയ്തതാണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കളർ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയാൽ ആ ഒരു കോമ്പിനേഷൻ എപ്പോഴും നമുക്ക് ശരിയായി വരും എന്തായാലും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ തിയറി പഠിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുക, കൂൾ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി വാം കളറാണ് വേണ്ടതെങ്കിൽ ഒരു എക്സാമ്പിൾ, ഓക്കെ, വാം കളറിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ജെമിനി ജനറേറ്റ്, ഇത് വാം കളർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ ഡിസൈൻസ് കളർ തിയറി വെച്ചിട്ട്
കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഡ്രസ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അത് ഏകദേശം ഒരു എളുപ്പമായില്ലേ. ജസ്റ്റ് നമ്മൾ ആ കളർ വീല് പഠിച്ചാൽ മാത്രം മതി. കളർ വീലിലുള്ള മോണോക്രോമാറ്റിക് കളേഴ്സ് എന്താണ്, അനലോഗസ് കളേഴ്സ് എന്താണ്, കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്താണ്, ഹ്യൂസ് എന്ന് വെച്ചാൽ എന്താ, വാല്യൂ എന്താ, സാച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താ, ട്രയാഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ആ ഒരു കളർ വീലിൽ ഒരു ഇങ്ങനെ വരും. ഈ കളർ വീലിൽ ഇപ്പം ഒരു ട്രയാങ്കിൾ രൂപത്തിൽ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നത്. ഈ കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു തിയറി. ഫുൾ തിയറിയാണ്, പക്ഷെ വളരെ ബേസിക് ആയിട്ട് ഒരു ഡിസൈനർ ആണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലത്തെ ക്ലാസ് സത്യം പറയാലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. പിന്നെ കുറേ റെഫർ ചെയ്തിട്ട് സ്വയം തന്നെ കുറേ മനസ്സിലാക്കി അങ്ങനെ പഠിച്ചെടുത്തതാണ്. വാല്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു സിലബസിൽ ആദ്യത്തെ പകുതി ഒരു ടീച്ചറും രണ്ടാമത്തെ പകുതി വേറൊരു ടീച്ചറും ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന ടീച്ചർ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ആ മാമാണ് ഞങ്ങൾക്ക് സത്യം പറയാൻ ഫാഷൻ ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് പഠിപ്പിച്ചു തന്നത്. ഷെമി മാമസ് എന്നായിരുന്നു പേര്. അത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഫോക്കസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് വരയ്ക്കാൻ പഠിച്ചു. ഞാനൊക്കെ നന്നായി, എനിക്ക് വാട്ടർ കളർ തീരെ അറിയില്ലായിരുന്നു. എൻ്റെ കളർ വീൽ ഇപ്പോൾ നോക്കുകയാണെങ്കിലും മനസ്സിലാവും. ആദ്യം നമ്മൾ ബ്രഷ് സ്ട്രോക്സ് ഇല്ലാതെ വരയ്ക്കാനായിരുന്നു പഠിച്ചു വന്നത്. വാട്ടർ കളർ തീരെ അറിയില്ലായിരുന്നു എനിക്ക് ചെയ്യാൻ. ഞാൻ എത്ര ചെയ്യുമ്പോഴും അതിൽ സ്ട്രോക്സ് വന്നിട്ടുണ്ടായിരുന്നു. കളർ വീലൊക്കെ എൻ്റെ 10ാമത്തെ കളർ വീലാണ് എനിക്ക് ആക്സെപ്റ്റ് ചെയ്തത്. അവർ ആക്സെപ്റ്റ് ചെയ്തത് 10ാമത്തെ കളർ വീലാണ്. എന്നാലും അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ കുറച്ച് സ്ട്രോക്സ് കാണാം. പിന്നെ ടീച്ചേഴ്സിന് തന്നെ മടുത്തിട്ട് ഓക്കെ പറഞ്ഞതായിരുന്നു. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു സത്യം പറഞ്ഞത് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വരയ്ക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ടീച്ചർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പകുതിയായപ്പോൾ വേറൊരു ടീച്ചർ വന്നു. ആ മാഡം കൂടുതലും തിയറി ആയിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ടെക്സ്റ്റൈൽ സയൻസ്, പിന്നെ സ്റ്റിച്ചിങ്ങിലോട്ടേക്കൊക്കെ അങ്ങനെ കടക്കായിരുന്നു ചെയ്തിരുന്നത്. ഇല്ലസ്ട്രേഷൻ പാർട്ടൊക്കെ അതുപോലെ GSO എല്ലാം ഈ മറ്റേ മാഡം. അപ്പോൾ ഈ മാം വന്നപ്പോഴാണ് തിയറി കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നത്. വാല്യൂസ് എന്താണ് എന്നുള്ളതെല്ലാം, പിന്നെ എലമെൻസും പ്രിൻസിപ്പിൾസൊക്കെ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും വലിയൊരു നമുക്ക് ഈ ഡിസൈനിലോട്ടേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. പക്ഷെ അത് നമ്മൾ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിച്ചെടുത്ത സംഭവങ്ങളാണിത്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. ഡിസൈനർ എന്നുള്ള രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂലേ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു കളറിലേക്ക് എത്തേണ്ടത്. എൻ്റെ കളർ കോമ്പിനേഷനൊക്കെ സത്യം പറയല്ലോ ഫാഷൻ ഡിസൈനിങ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ മോശമായിരുന്നു. എനിക്കതിനെപ്പറ്റി വലിയ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇത് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് അതിനെപ്പറ്റി കളർ അനാലിസിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാ കളേഴ്സും മാച്ച് ആവില്ല. അവനവൻ്റെ സ്കിൻ ടോൺ അതുപോലെ അണ്ടർ ടോൺ വെച്ചിട്ട് കളർ സെലക്ട് ചെയ്യണം. ഇങ്ങനത്തെ കാര്യമൊക്കെ ഞാൻ പഠിച്ചത് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഈ കോഴ്സ് എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.